ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ ഞാൻ എടുത്തൊരു സ്റ്റാർ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രീം റൊട്ടേറ്റിംഗ് പ്രൊജക്ഷൻ ലാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എടുത്തിട്ട് വെറുതെ അതൊരു ലെങ്തി വീഡിയോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെ പാക്ക് ചെയ്യുന്ന അൺപാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനതൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാനതെടുത്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നമുക്കിപ്പം മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആ ഡിവൈസ് ഇത്തിരി ക്യാപ്പ്, പിന്നെ അതിൽ വരുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പാനലാണ്, നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ബാറ്ററി വഴി ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു പഴയ മൊബൈൽ ചാർജർ, ഇതുപോലെ ഞാനിപ്പം ഇതുപോലൊരു മൊബൈൽ ചാർജർ ഇവിടെ കിടപ്പുണ്ട്, ഒരു മൊബൈൽ ചാർജർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1.5 വോൾട്ടിൻ്റെ ബാറ്ററീസാണ് അതിനാവശ്യം. 1.5 വോൾട്ടിൻ്റെ 4 ബാറ്ററീസ്. അപ്പോൾ 6 വോൾട്ടിൻ്റെ. അപ്പോൾ നമ്മൾ 6 വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു 5 വോൾട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ അഡാപ്റ്റർ ആകുമ്പോൾ ആംസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ USB കണക്ടിവിറ്റിയും പിന്നെ നേരിട്ടുള്ള കണക്ടിവിറ്റിയുള്ള ഇതൊക്കെ പ്രൊവിഷനൊക്കെ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ABC എന്ന് പറഞ്ഞ 3 മോഡ്സും പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ. ഈ അഡാപ്റ്ററാണ് നമ്മളിത് ഇവിടെ കുത്തേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ചാർജർ USB-യിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അത് ഏത് മോഡിൽ എങ്ങനെ വർക്ക് ചെയ്യും, ABC എന്ന് പറഞ്ഞ മോഡുകൾ, ഇത് തന്നിരിക്കുന്ന ABC മോഡുകൾ എന്തൊക്കെയാണെന്ന് അതിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചും തരാം ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ USB ഇതിനകത്ത് കുത്തി കഴിഞ്ഞിട്ട് USB ഇതിനകത്ത് കുത്തിയിട്ട് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യാണ് വേണ്ടത് ഇതിന്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇത് പാക്കറ്റ് എടുത്ത് മാറ്റുകയാണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സംഭവം എങ്ങനെയാണ്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനത് വെളിച്ചത്തിൽ തന്നെ കാണിക്കാം. അതിന് ശേഷം നമ്മൾ ലൈറ്റ് ഓഫ് മോഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ തന്നെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വെളിച്ചത്തിൽ വരുന്നത്. അതിൽ ഇപ്പോൾ ഞാൻ കാണിക്കാം ഓരോന്ന്. ഇങ്ങനെ സൈഡിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഓരോ മോഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതായത് ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന് ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ക്യാപ്പ് യൂസ് ചെയ്തിൽ വേറൊരു മോഡിലും വരുന്നുണ്ട്. ലൈറ്റിങ് ഞാൻ കാണിക്കാം. ഇങ്ങനെ വേണേൽ ചെയ്യാം. ഇത് നമുക്ക് ഒരു നൈറ്റ് നമുക്ക് ടേബിൾ ലാമ്പ് പോലെ യൂസ് ചെയ്യുന്ന മോഡ്സും ഉണ്ട് ഇതിനകത്ത്, ലൈറ്റ് മാത്രം വരുന്നത്. കണ്ട, ഇതിൽ ഓരോ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഓരോ ഇത് ഞെക്കുമ്പോഴും ഓരോ കളേഴ്സ്. ഇപ്പം ഇതിൽ ഓഫ്, പിന്നെ വേറെ കളറ്, ഓരോ ഓഫിലും വേറെ കളറ് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന മോഡ്. പിന്നെ C എന്ന് പറയുന്നത് നമുക്കിവിടെ റൊട്ടേഷൻ വരുന്നുണ്ട് ഇതിന്. ഇതേ കളറിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ റൊട്ടേഷൻ കിട്ടും പല മോഡ്സിലേക്കും, പല ഷെയ്ഡ്സിലും. അതേപോലെ തന്നെ തുറന്നിട്ടും റൊട്ടേഷൻ കിട്ടും. ആ റൊട്ടേഷനിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്, ആ റൊട്ടേഷൻ എങ്ങനെയാണത് കൂടുതൽ ഫലവത്താവുകയെന്ന് ഞാൻ ഇതിൻ്റെ ലൈറ്റ് ഓഫ് കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് നല്ല റൊട്ടേഷനൊക്കെ വരുമ്പോൾ നല്ലൊരു ഇതാണ്. ഇതുപോലെ വരുമ്പോൾ ലൈറ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ചുമരിലൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ലൈറ്റ് ഓഫ് മോഡിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത വേറെ കളർ ചേഞ്ചാണ്. പിന്നെ Bയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ടുള്ളൊരു കളർ കിട്ടും. ഇത് പിന്നെ C ഓഫ് ആവും. C ആണ് നമുക്ക്, ഈ C മോഡാണ് നമുക്ക് റൊട്ടേറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഇതിലെടുക്കുന്നത്. ഇതെല്ലാം ആ പാനലിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് മനസ്സിലാവാത്തവർക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേ, ചുവരിലുള്ള ഡിസ്പ്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റ് ഓഫ് കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ചുവരിലുള്ള ഡിസ്പ്ലേ മോഡ് വിത്ത് ലൈറ്റ് ഓൺ ഞാൻ കാണിക്കാം. ഇത് നമ്മളെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതെടുത്ത് മാറ്റുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ഓൺ മോഡിലാണ് ഇരിക്കുന്നത്. ഇത് മൾട്ടി കളറാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഈ കളറ് ഇത് ഇങ്ങനെ. ഇനി B മോഡ് നമ്മൾ ഞെക്കുമ്പോൾ ഇതാ സിംഗിൾ ഒറ്റ കളറായിട്ട് ഈ കളറ് ചുവരിൽ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഇതിപ്പം ഈ ഒരൊറ്റ കളറായിട്ട് സിംഗിൾ ഓഫിൽ ഇത് ഓഫ് വന്നു. ഓക്കെ, റെഡ്, ബ്ലൂ, മൾട്ടി, ഓഫ്, പിന്നെ റൊട്ടേഷൻ വന്നു. റൊട്ടേഷനിൽ മൾട്ടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ കളർ ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പം ലൈറ്റ് ഓണിൽ റൊട്ടേഷനാണ്. അതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം.
ബി ഞെക്കിയിട്ട് കളർ മോഡ് ചേഞ്ച് ചെയ്ത ബ്ലൂ മാത്രം ബ്ലൂ. ഇത് ബ്ലൂ മൾട്ടി മോഡ്. ഇത് ഒരു കളറ്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റാർസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ലൈറ്റ് ഓഫ് മോഡിലേക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ കംപ്ലീറ്റ്ലായിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എനിക്ക് ഭയങ്കര രസമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നോക്കിയാൽ അറിയാം, ഇതാ മേളിലൊക്കെയുള്ള ഡിസ്പ്ലേ ആണ്. ഒരു ചന്ദ്രനെ പോലെയൊക്കെ സ്റ്റാർസ് ഫുള്ള് കറങ്ങി നടക്കുന്ന പോലെയായിരിക്കും നമുക്ക് ഇതിൽ ഡിസ്പ്ലേ വരിക. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മൊബൈലിലാണെങ്കിൽ പോലും അടിപൊളിയാണ്. അതായത് നമ്മളൊരു ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന മോഡ്സാണ് കംപ്ലീറ്റ്ലി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മോഡ്സാണ്. താഴേതാ സ്റ്റാർസ് വരുന്നുണ്ട്. ഇത് അതിൻ്റെ പ്രൊജക്ടറാണ്, നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കണ്ട സാധനം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ മോഡ് ഞാനൊന്ന് മാറ്റുകയാണ്. വേറൊരു മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്കിനി. ഇത് ഈ കളേഴ്സ്, ബ്ലൂ ഒഴിച്ചുള്ള ബാക്കിയുള്ള കളേഴ്സാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് എത്ര 250 രൂപ 260 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര വർത്താണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഭംഗി ഉണ്ടാവുന്നത്. അപ്പം നമുക്കൊരു ഡിസ്പ്ലേ മോഡിൽ വെക്കുന്ന പോലെ. ഇതിപ്പം ഞാൻ ടേബിളിൻ്റെ കോർണറിലാണ്. ആ സൈഡ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഞാനിതിപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണ്. കണ്ടാ മേളിൽ വരുന്ന ഡിസ്പ്ലേ നോക്കാം നിങ്ങൾക്ക് ടോപ്പ് പോർഷനിൽ. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് റിട്ടേൺ കൊടുക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ. കണ്ട, ഞാൻ പറയുന്നതുകൊണ്ട് മാത്രമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നും വേണ്ട. പക്ഷെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മോഡ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത് ബ്ലൂ മോഡാണിത്. ഇതിവിടെ വരുന്ന ഡിസ്പ്ലേ, ചുവരിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ബ്ലൂ മോഡിൽ. ടോപ്പിൽ ഫാനാണ് അവിടെ കാണുന്നത്. ഫാനിന്റെ ഏരിയയിലൊക്കെ ശരിക്കും നമ്മളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം. അപ്പോൾ അത് കണ്ടപ്പം തന്നെ എന്തായാലും നിങ്ങളെ ഇത് കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഇത് വേറൊരു ഡിസ്പ്ലേ ആണ്. ഓരോ കളേഴ്സും മാറിക്കൊണ്ട് തന്നെ വരുന്നത്. നേരത്തെ ഫുള്ള് മൾട്ടി ആയിരുന്നു. ഇതിപ്പം കാണാം ഓരോ കളേഴ്സ് തന്നെ കുറച്ച് സെക്കൻഡ്സ് വെച്ചുള്ളൊരു മോഡ്. അപ്പം അത് നമുക്ക് ഇവിടെ കാണാനുണ്ടോ. ഓക്കെ, സൂപ്പർ എഫക്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് കണ്ടോ, റെഡ് മോഡ് മാത്രമാണ് കംപ്ലീറ്റ് ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. മേളിൽ മൂന്നുണ്ട്, സ്റ്റാർസ് ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാർസുകളുണ്ട്, ദൂരെ കാണുന്ന ടൈപ്പ്. ജസ്റ്റ് റെഡ് മോഡ്. ഇനി വേറെ നോക്കട്ടെ, ഒരെണ്ണം കൂടെ ഉണ്ടെന്ന്, 1-2 മോഡും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സ്റ്റോപ്പാണ്. നമുക്കിത് തന്നെ കറങ്ങാത്ത രീതിയിലും ചെയ്യാം. ഇത് ഗ്രീൻ മോഡ് മാത്രം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വാ, ഗ്രീനിൽ ഒരുപാട് സ്റ്റാർസ് വരുന്നൊരു മോഡ്. ഇത്ര അധികം മോഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതുപോലെ കാണാനും ഭംഗിയാണ്. നമ്മൾ ചുവരിൽ ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു പാർട്ടി, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട്, ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് ഒരു പ്രൊജക്ടർ മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം യൂസ്ഫുൾ ഉണ്ടാവും. പിന്നെ കുട്ടികളാണെങ്കിൽ പോലും ഇതും കണ്ടുകൊണ്ടിരുന്നോളും. പലപ്പോഴുമായിട്ട് ഇതിൽ നോക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമയം
അവർ കളിക്കാനൊക്കെ ഒരുപാട് സമയം അവർക്ക് ഇതിൽ നിന്ന് നോക്കിയ സമയം കളിയൊക്കെ ആയിട്ട് അവർക്ക് പറ്റും. പിന്നെ ഒരു ഡാൻസ് പരിപാടികൾ, കുട്ടികളുടെ ചെറിയ ഡാൻസ് എടുക്കുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ടപ്പോഴേ നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് തോന്നി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് പർച്ചേസ് ആയിട്ടൊന്നുമില്ല, നമുക്ക് പർച്ചേസിൻ്റെ ടൈമിംഗ് ഒന്നും ആയിട്ടില്ല, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ലിങ്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പ് എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് സംഭവം ഉണ്ടാവും, നിങ്ങൾക്ക് മേടിക്കാം. അത് ഐ തിങ്ക് 260 രൂപയാണെന്ന് തോന്നുന്നു. വർത്തിട്ടാണ്. നിങ്ങൾ നോക്കിയിട്ട് മേടിച്ചിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നോ അതിനൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.